ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ മൊഡക്കാവിയുടെ വാതാവരണ എന്ന കന്നഡ മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീൻ തന്നെ ഒരു അച്ഛൻ മകളോട് ഒരു കഥ പറയുകയാണ്. അതായത് ഈ ചരിത്ര കഥകളൊക്കെ ഉണ്ടല്ലോ, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മകൾക്ക് അത് ബോറടിക്കുന്നുണ്ട്. എപ്പം നോക്കിയാൽ ഈ കഥ തന്നെയാണല്ലോ പറയുന്നത്. അച്ഛനും അമ്മയും എങ്ങനെയാണ് ഒന്നിച്ചത്, ആ കഥ എനിക്ക് പറഞ്ഞതാ എന്ന് മകൾ ചോദിക്കുന്നു. ശരി, ഓക്കെ മോളെ, പറയാമെന്ന് പറഞ്ഞ് അച്ഛനും പറയാൻ തുടങ്ങുന്നു. അതൊരു മഴയുള്ള സമയമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഒരു ഹിൽ സ്റ്റേഷനിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറിൽ രണ്ടുപേര് വരികയാണ്. ഫോണിൽ ഒരു പെൺകുട്ടി മീം കണ്ട് ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. ഇവളുടെ പേര് സൗപർണിക എന്നാണ്. ഇവൾ ഫിയാൻസിക്കൊപ്പമാണ് വന്നിരിക്കുന്നത്. അയാളുടെ പേര് മദൻ എന്നാണ്. ഈ മീം സൂപ്പർ അല്ലേ എന്ന് ചോദിച്ച് അവൾ അയാളെ മീമൊക്കെ കാണിക്കുന്നുണ്ട്. അത് അയാൾ അത്ര കാര്യമാക്കുന്നില്ല. പണിയൊന്നുമില്ലാത്തവനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഇപ്പോൾ ഒരു കടയിൽ വന്ന് അവർ തങ്ങളുടെ ഹോട്ടൽ എവിടെയാണെന്ന് അന്വേഷിക്കാമെന്ന് കരുതി അന്വേഷിക്കുന്നു. ഈ സൗപർണിക എന്ന കുട്ടിക്ക് മാഗി വലിയ ഇഷ്ടമാണ്. മാഗി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാഗി ഒന്നുമില്ല മോളെ എന്ന് കടക്കാരൻ പറയുന്നു. തുടർന്ന് അവർ ബുദ്ധിമുട്ടി യാത്ര ചെയ്ത് ആ ഹോട്ടലിൽ എത്തിച്ചേരുന്നു. ഇവർക്ക് കുറച്ചു മുമ്പ് വേറെ ഒരാൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പയ്യനാണ് നമ്മുടെ ഹീറോ. ഇവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്കൊപ്പമാണ് വന്നിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ പേര് മായ എന്നാണ്. നമ്മുടെ ഹീറോയുടെ പേര് സിരീഷ് എന്നാണ്. കുറച്ചു മുമ്പാണ് ഇവർ ഈ ഹോട്ടലിൽ എത്തിയത്. സത്യത്തിൽ വഴിയിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കറണ്ട് എല്ലാം കട്ടായിരിക്കുകയാണെന്ന് അവിടെയുള്ള പയ്യൻ പറയുന്നുണ്ട്. ഇവർ വിവരങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗപർണിക എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയും മദനും അവിടേക്ക് വരുന്നു. ഇപ്പോൾ രണ്ടുപേരും അടുത്തടുത്ത റൂമുകളിലാണ് ഉള്ളത്. രാത്രി സമയം നമ്മുടെ ഹീറോ ചൂടുവെള്ളം വെച്ച് കുടിക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ചൂടുവെള്ളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മദൻ അവിടെ വന്ന് നിൽക്കുകയാണ്. എനിക്ക് ചൂടുവെള്ളം വേണമെന്ന് ചോദിക്കുകയാണ്. ശരി, ഇതെടുത്തോളൂ എന്ന് പറഞ്ഞ ഹീറോ അയാൾക്ക് വെള്ളം കൊടുത്ത് വിടുന്നു. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് ഇവൻ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത റൂമിലുള്ള സൗപർണികയെ നമ്മളെ കാണിക്കുന്നുണ്ട്. നോക്കുമ്പോൾ മാഗി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തനിക്കായി തന്റെ ഫിയാൻസെ മദൻ തന്നെയായിരിക്കും റെഡിയാക്കി വെച്ചത് എന്നവൾ സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മദൻ അത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ഹീറോയ്ക്ക് പുറത്ത് ആളെന്നൊക്കെ കേൾക്കുന്നു. ഫിയാൻസിയോട് നീയാണോ ഈ വഴി വന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ലല്ല, ഞാൻ ഈ വഴി വന്നില്ല എന്ന് ഫിയാൻസെ പറയുന്നു. അവളും ആ വഴി പോയില്ലെങ്കിൽ പിന്നെ ആരാണ് ആ വഴി പോയത്? ഈ ഹോട്ടലിൽ നമ്മൾ 4 പേരെ കൂടാതെ മറ്റാരും ഉണ്ടല്ലോ എന്നൊക്കെ അവൻ അവിടെ വെച്ച് ചിന്തിക്കുന്നു. ഈ ഹോട്ടലിൽ ഞങ്ങളെ കൂടാതെ ആരുമില്ലെന്നല്ലേ പറഞ്ഞത് എന്ന് ആ പയ്യനോട് ചോദിക്കുമ്പോൾ അല്ലല്ല, വേറൊരാൾ കൂടിയുണ്ട് എന്ന് ആ പയ്യൻ പറയുന്നു. ശരി, അയാളെ ആയിരിക്കും കണ്ടതെന്ന് കരുതി ഹീറോ അതത്ര കാര്യമാക്കുന്നില്ല. ഇപ്പോൾ ഹീറോയ്ക്ക് ഒരു ചായ കുടിച്ചേ തീരുവെന്നായി. ഞാൻ തന്നെ ഇട്ടോളാന്ന് പറഞ്ഞ് അവൻ ചായ ഇടാനായി വരുന്നു. സൗപർണികയെ സംബന്ധിച്ച് അവൻ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. രാത്രി ആയതുകൊണ്ട് മുഖം വ്യക്തമായി കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ജോലി ചെയ്യുന്ന ആളാണെന്ന് കരുതി എനിക്കും ഒരു ചായ വേണമെന്ന് അവൾ ചോദിക്കുകയാണ്. ശരി മാഡം, ഇട്ട് കൊണ്ടുവന്ന് തരാം എന്ന് അവൻ പറയുന്നു. അങ്ങനെ അവൾക്കായി ഒരു ചായ അവൻ ഇട്ട് കൊടുക്കുന്നു. രുചിച്ച് നോക്കിയിട്ട് അവളും സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുന്നു. അവനും ഒരു ജോലിക്കാരനെ പോലെ അവളോട് സംസാരിക്കുന്നു. എനിക്കൊരാളുടെ കൈ നോക്കിയാൽ തന്നെ ഒരാളെ പറ്റി പൂർണ്ണമായിട്ടും പറയാൻ പറ്റും. നിങ്ങളുടെ കൈ കാണിക്കേ എന്ന് പറഞ്ഞ അവളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയുന്നു. അവളുടെ പേര്, അച്ഛന്റെ പേര് എന്ന് തുടങ്ങി എല്ലാം വിളമ്പുന്നു. ഇതൊക്കെ ഇവൻ എങ്ങനെ അറിയാമെന്ന് ഓർത്ത് അവൾ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. അവൾ ഭയപ്പെട്ടു പോവാണ്. ഹേയ് പേടിക്കണ്ട, രാത്രി നിങ്ങളും നിങ്ങളുടെ ഫിയാൻസയും വന്നപ്പോൾ എതിരെ 2 പേരുണ്ടായിരുന്നില്ലേ, അതിലൊരുത്തൻ ഞാനാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അപ്പോഴാണ് ഞാൻ കണ്ടത്, അത് വെച്ചിട്ടാണ് പറഞ്ഞത് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അതിലൂടെ ഇവൻ ജോലിക്കാരനല്ലെന്നും ഇവിടേക്ക് ഗസ്റ്റായി വന്നതാണെന്നും അവൾ മനസ്സിലാക്കുന്നു. അവൾ സോറി എന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ല, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവനും ജോലിയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത് ഫിയാൻസെ ആണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ലവറാണെന്ന് പറയാം, ഫിയാൻസെ ആയിട്ടില്ല എന്നവൻ പറയുന്നു. എനിക്ക് പുള്ളി ഫിയാൻസെ തന്നെയാണ് എന്ന് അവളും പറയുന്നു. അവർ രണ്ടുപേരും അവരുടേതായ ജോലികളിൽ ബിസിയാണ്. ആ മദൻ എന്നയാൾ അയാളുടെ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഇവന്റെ ഗേൾ ഫ്രണ്ട് നല്ല ഉറക്കത്തിലാണ്. നമുക്ക് രണ്ടുപേർക്കും പുറത്തൊന്ന് കറങ്ങാൻ പോയാലോ എന്ന് ചോദിച്ച് ഇരുവരും സൈക്കിളും എടുത്ത് പുറത്ത് കറങ്ങാനായി വരുന്നു. ചെറുപ്പത്തിൽ സൗപർണികയ്ക്ക് തീവ്രമായ ഒരു തരം ഡാൻസ് കളിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. ഇതുപോലൊരു സ്ഥലത്ത് ഞാൻ കളിച്ചു നോക്കാം എന്ന് പറഞ്ഞ മലമുകളിൽ അവൾ ജോലിയായി ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ ചെറുപ്പത്തിൽ നടന്ന എന്തോ ഒരു കാര്യം ഓർമ്മ വന്നതുപോലെ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയി താഴെ വീഴാൻ പോകുന്നു. നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ച് അവൻ പിടിക്കുന്നുണ്ട്. ഓക്കെയാണ് എന്ന് അവള് പറയുന്നു. എനിക്കും ഈ സ്ഥലത്ത് വെച്ചൊരു കാര്യം ചെയ്യണമെന്നുണ്ട്, നീ ഒന്ന് തിരിഞ്ഞു നിൽക്ക് എന്ന് പറഞ്ഞ് അവൻ അവിടെ മൂത്രമൊഴിക്കുന്നു. എടാ, ഇതാണോ നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ച് അവൾ അവിടെ വെച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ റൂമിലുള്ള മായ ഉണരാണ്. ഇവൻ എവിടെ പോയി, എന്നോട് പറയാതെ പോയല്ലോ എന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ആ കുട്ടിയോട് ജോലിയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഞാനൊരു ഡോക്ടറാണ്, ഇത് കൂടാതെ ഞാൻ മീം ചാനലൊക്കെ റൺ ചെയ്യുന്നുണ്ട്, അതായത് മീം പേജൊക്കെ റൺ ചെയ്യുന്നുണ്ട് എന്ന് അവൻ പറയുന്നു. അതെന്താ, എന്ത് മീം പേജാണ് റൺ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേജിന്റെ അഡ്മിൻ ഇവനാണെന്ന് മനസ്സിലാവുന്നു. അവൾ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ തെളിയിക്കാം, നിന്റെ ഒരു ഫോട്ടോ എടുത്ത് ആ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം എന്നവൻ പറയുന്നു. നോക്കുമ്പോൾ അതേ പേജിൽ അവനിട്ട പോസ്റ്റ് വരുന്നു. അപ്പോൾ ഇവൻ തന്നെയാണ് ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ എന്നവൾക്ക് മനസ്സിലാവുന്നു.
ഡോക്ടർ ആയിരുന്നിട്ടും മീമൊക്കെ ചെയ്യോ, സൂപ്പർ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അവൾക്ക് ബേസിക്കലി മീമൊക്കെ കാണാൻ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അവൾ ഇവനെ അഭിനന്ദിക്കുന്നു. സത്യത്തിൽ അവൾക്കും മദനും തമ്മിൽ യാതൊരു ചേർച്ചയുമില്ലെന്ന കാര്യം അവൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇത് കല്യാണം വരെ എത്തിയത് എന്ന് അവൻ ചോദിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട് എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് വെച്ച് സൗപർണികയും ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ മദനെ സംബന്ധിച്ച് അവളുടെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മകനാണ്. സുഹൃത്തുക്കൾ തമ്മിൽ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുകയാണ്. എന്നാൽ സൗപർണികയെ സംബന്ധിച്ച് ഇപ്പോൾ കല്യാണമൊന്നും വേണ്ട എന്നാണ് വിചാരിക്കുന്നത്. അച്ഛൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിന്റെ നല്ലതിനല്ലേ മോളെ ഞാൻ തീരുമാനം എടുക്കുന്നത്, അച്ഛൻ പറയുന്നത് കേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഘട്ടത്തിൽ അവൾ സമ്മതിച്ചു. അങ്ങനെയാണ് അവർ രണ്ടുപേർക്കും വിവാഹ നിശ്ചയം കഴിഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് ഒരുമിച്ച് വന്നത് എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ച് അവർ തിരികെ ഹോട്ടലിലേക്ക് വരികയാണ്. അവരുടെ റൂമിന്റെ വാതിൽക്കൽ ഒരുപാട് ചിപ്സ് പാക്കറ്റുകൾ ഇരിക്കുന്നുണ്ട്. ഓഹോ, നിന്റെ ഫിയാൻസെ മദൻ തന്നെ വാങ്ങി വെച്ചതായിരിക്കും എന്ന് ഹീറോ പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് അവൾ പരിഭ്രമത്തോടെ മിഴിച്ചു നിൽക്കുന്നു. അവളുടെ കഴിഞ്ഞ കാലത്ത് നടന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്നു. അവളുടെ പാസ്റ്റിൽ അങ്ങനെ എന്താണ് നടന്നതെന്ന് അറിയില്ല. അതിനെപ്പറ്റി ഹീറോയോട് പറഞ്ഞാലോ എന്ന് അവൾ ചിന്തിക്കുന്നു. എന്റെ കഴിഞ്ഞ കാലത്ത് വലിയൊരു മിസ്റ്ററി ഉണ്ട് എന്ന് പറയാനായി അവൾ വരുന്നു. എന്നാൽ ഇവനുണ്ടല്ലോ, നിന്റെ മിസ്റ്ററിയും ഹിസ്റ്ററിയും ഒക്കെ ഞാൻ പിന്നെ കേൾക്കാം. എന്റെ ഗേൾ ഫ്രണ്ട് എന്നോട് ദേഷ്യത്തിലായിരിക്കും, അവളെ കാണണമെന്ന് പറഞ്ഞ് അവൻ വേഗത്തിൽ അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ ഗേൾ ഫ്രണ്ട് അവൻ വിചാരിക്കുന്ന പോലെ തന്നെ ദേഷ്യത്തിലാണ്. എന്നെ വിട്ടിട്ട് എവിടെ പോയി കറങ്ങി നടക്കുകടാ എന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടിയില്ലേ, ആ കുട്ടിയുടെ കൂടെ പുറത്ത് കറങ്ങാൻ പോയതാണ് എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവൾ ഭയങ്കരമായി അവിടെ വെച്ച് ദേഷ്യപ്പെടുന്നു. ഇപ്പോൾ സൗപർണികയാണെങ്കിൽ ആ ചിപ്സ് എല്ലാം എടുത്ത് കബോർഡിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം മദൻ കാണുന്നു. ഓഹോ, ഈ സ്ഥലത്തേക്കും അവൻ വന്നോ, നീ പേടിക്കണ്ട സൗപർണിക, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ആര് വന്നതിനെ പറ്റിയാണ് അയാൾ പറയുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഹീറോ ആണെങ്കിൽ ആ മദനുമായി സംസാരിച്ച് ഫ്രണ്ട് ആവുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അവർ 4 പേരും ഈ സ്ഥലത്ത് ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കുന്നു. ഇതുവരെ ഇവിടെ കറണ്ട് വന്നിട്ടില്ല. മദന് ജോലിയുണ്ട്, അതേസമയം മായയ്ക്കും ജോലിയുണ്ട്. അവർ രണ്ടുപേരും ജോലിയിൽ ബിസി ആയതുകൊണ്ട് നമ്മൾ രണ്ടുപേർക്കും ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി ഹീറോയും ഹീറോയിനും ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെസ് ഗെയിം, അതിനുശേഷം സ്നേക്ക് ആൻഡ് ലാഡർ ഗെയിം, ഇങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കറണ്ട് പ്രോബ്ലം ആയിരുന്നല്ലോ, അപ്പോൾ ജനറേറ്റർ റെഡിയാക്കാനായി ഒരാൾ വന്നിട്ടുണ്ട്. പുള്ളി കുറച്ചു നേരം പണിയൊക്കെ ചെയ്ത് ജനറേറ്റർ റെഡിയാക്കുന്നു. ഭാഗ്യം കറണ്ട് വന്നു എന്ന മട്ടിൽ ഇവരും സന്തോഷിക്കുന്നു. നമ്മുടെ ഹീറോയ്ക്കും മായയ്ക്കും റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലത്തേക്ക് വന്നത്. എന്നാൽ നീ എന്നേക്കാൾ കൂടുതൽ ആ സൗപർണികയുടെ പിന്നിലാണല്ലോ നടക്കുന്നത്, നീ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല എന്നവൻ പറയുന്നു. അവളോട് എന്തൊക്കെയാ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. സൗപർണിക അവരുടെ കഥ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കഥ എന്താണെന്ന് ചോദിച്ചിരുന്നു. ഇവനും കഥ പറയാൻ തുടങ്ങിയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇവനും മായയും ഒരേ സ്കൂളിലാണ് പഠിച്ചത്. മായ ഇഷ്ടപ്പെട്ട് ഇവൻ പൂവ് കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്നു. എന്നാൽ പൂവ് വാങ്ങിയവൾ പ്രണയോ, അതൊന്നും എനിക്ക് സെറ്റ് ആവില്ല എന്ന് പറഞ്ഞ് പൂവ് തിരിച്ചു കൊടുക്കുന്നു. എന്തെങ്ങനെ പറഞ്ഞെന്ന് കരുതി ഭയങ്കരമായി ഫീൽ ചെയ്തിരിക്കുകയാണ്. ലൈഫിൽ മൂവ് ഓൺ ചെയ്തു. രണ്ടുപേരും ഒരേ കോളേജിലാണ് പഠിച്ചത്. ഒരു ഘട്ടത്തിൽ മായയ്ക്ക് ഇവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങാണ്. എക്സാം ടൈമിൽ തന്നെ മായ പ്രപ്പോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇവൻ അതത്ര കാര്യമാക്കാതെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ പേപ്പർ കൊടുത്തിട്ട് പോകുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നവൾ പ്രപ്പോസ് ചെയ്യുന്നു. ഇവനാണെങ്കിൽ ഞെട്ടി നോക്കുകയാണ്. എന്താ പരസ്പരം കോപ്പി അടിക്കുകയാണോ എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ അല്ലല്ല, അവൾ പെട്ടെന്ന് ലവ് പ്രപ്പോസ് ചെയ്തു എന്നവൻ പറയുന്നു. അങ്ങനെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ പ്രപ്പോസ് ചെയ്തല്ലോ. എന്നാൽ ഇവന് ഒരു വല്ലായ്മ തോന്നി. ഇവൻ അത് നിരസിച്ചു. അതിനുശേഷം കോളേജൊക്കെ വിട്ട് അവരവർ ഓരോ ജോലിക്ക് പോയി. ഫ്രണ്ട്സിന്റെ ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി നടക്കുന്നു. ആ പാർട്ടിക്ക് രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്. ഇവൻ ബോറടിക്കുന്നു, സിംഗിൾ ആണല്ലോ എന്ന് കരുതി തനിച്ചൊരു റൂമിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് മായയും വന്ന് എന്നെയും കൂടി കൂട്ടോ എന്ന് ചോദിച്ച് രണ്ടുപേരും ഒരുമിച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രണ്ടുപേരും നല്ല ബോധത്തിലല്ലോ. ആ ബോധത്തിൽ ഇരുവരും പരസ്പരം ഒന്ന് തുറച്ചു നോക്കുന്നു. ഒരു ഘട്ടത്തിൽ അവർ രണ്ടുപേരും അടുത്തിടപഴകാൻ തുടങ്ങുന്നു. ഇപ്പോൾ രാവിലെ കണ്ണു തുറക്കുമ്പോഴാണ് നമ്മൾ മായയുടെ കൂടെയാണ് ഒരുമിച്ചുണ്ടായിരുന്നത് എന്നിവന് മനസ്സിലാവുന്നത്. സത്യത്തിൽ ലൈഫിൽ മായ വേണ്ട എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഇവനുള്ളത്. എന്നാൽ അങ്ങനെയായിട്ടും ഇതുപോലൊരു കാര്യം സംഭവിച്ചല്ലോ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാതെ തന്നെ അവർ ജോഡിയായി മാറുന്നു. പാരൻസിനോടും ഇക്കാര്യം വെളിപ്പെടുത്തുന്നു. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്, കല്യാണം കഴിപ്പിച്ചു തരണം എന്നൊക്കെ പാരൻസിനോട് സംസാരിക്കുമ്പോൾ പാരൻസും ശരിയെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. എന്നാൽ ഇവരുടെ റിലേഷൻഷിപ്പ് സെറ്റ് ആവുന്നില്ല. സ്നേഹിക്കുന്നത് കൊണ്ട് ഒരുമിച്ച് പല സ്ഥലത്തും പോകുന്നുണ്ടല്ലോ. അവർ ചെയ്യുന്നത് ഇവൻ ഇഷ്ടപ്പെടുന്നില്ല, ഇവൻ ചെയ്യുന്നത് അവൾക്കും ഇഷ്ടപ്പെടുന്നില്ല. മൊത്തത്തിൽ ഇടയ്ക്കിടെ അനാവശ്യമായി ഇവർക്കിടയിൽ വഴക്കുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടായാൽ രണ്ടുപേരും ബ്രേക്കപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. വീണ്ടും ഒന്നാവും. ഇതുപോലെ പലതവണ ഞങ്ങൾക്കിടയിൽ ബ്രേക്കപ്പ് നടന്നിട്ടുണ്ട് എന്നൊക്കെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം മായയുടെ പിറന്നാളാണ്. ഇവൻ പുറത്തു കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇവന്റെ ഫ്രണ്ടിന് ലവ് ബ്രേക്കപ്പ് ആയതുകൊണ്ട് ഇവൻ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയി. എനിക്ക് വരാൻ പറ്റില്ല എന്ന് മായയോട് പറയുന്നു. ഇതിൽ മായയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. എങ്കിൽ ഇതിനുശേഷം നമുക്ക് ഒന്നിക്കാൻ പറ്റില്ല, അവസാനമായി ഒരു ബ്രേക്കപ്പ് ചെയ്തേക്കാം എന്ന് അവൾ പറയുന്നു. കുഴപ്പമില്ല, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവനും സമ്മതിക്കുന്നു. ഫ്രണ്ടിനെ ആ സ്ഥലത്ത് വെച്ച് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെയാണെങ്കിലും മായയുടെ ഭാഗത്തു നിന്ന് വീണ്ടും അപ്രോച്ച് വരുന്നുണ്ട്. അതായത് മായ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുന്നു. നമുക്ക് അവസാനമായി നമ്മുടെ പ്രണയത്തിന് ഒരു അവസരം കൂടി കൊടുത്തു നോക്കാം, ഒരുമിച്ച് ഏതെങ്കിലും റിസോർട്ട് പോലെയുള്ള സ്ഥലത്തേക്ക് പോവാം, തിരികെ നമുക്ക് ഒന്നിക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് പറയുന്നു. ശരി, ഓക്കെ, ഈ റിസോർട്ടിലേക്ക് പോവാം, നമുക്ക് ഒരാഴ്ച ടൈം സ്പെൻഡ് ചെയ്യാം എന്നവൻ പറയുന്നു. അങ്ങനെയാണ് ഈ റിസോർട്ടിലേക്ക് ഇവർ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ അവളോട് എന്താണ് സംസാരിച്ചതെന്ന് മായ ചോദിക്കുമ്പോൾ ഇവൻ എല്ലാ കാര്യവും പറഞ്ഞല്ലോ. എടാ, നമ്മുടെ പ്രണയത്തിലുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നീ അവളോട് ഷെയർ ചെയ്തോ? എന്തിനാണ് അവളോട് അത് ഷെയർ ചെയ്തത് എന്നൊക്കെ ചോദിച്ചാൽ അവൾ ദേഷ്യപ്പെടുന്നു. പിറ്റേ ദിവസം ഇവർ 4 പേരും ഒരുമിച്ച് ജോളിയായി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ 2 പാർട്ട്നേഴ്സിനും ജോലി വരുന്നുണ്ട്. അവർ ജോലിയിൽ ബിസിയായി. ഇവർ 2 പേരും വെറുതെ അല്ല ഇരിക്കുന്നത്. ഇവർ 2 പേരും പാചകം ചെയ്യാമെന്ന് കരുതി ഒരു സ്ഥലത്ത് വന്ന് പാചക പണികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഈ കുട്ടി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. നിന്റെ പാസ്റ്റിൽ എന്താണ് നടന്നതെന്ന് എന്നോട് പറ എന്നിവൻ ചോദിക്കുമ്പോൾ ഈ കുട്ടിയും പറയാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ ഈ കുട്ടി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടെ ആരോ മോഷ്ടിച്ച് ഇവളുടെ ബാഗിനുള്ളിൽ ചോക്ലേറ്റ് വെക്കുന്നു. ആരാണിത് ചെയ്തതെന്ന് ഈ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. പോകെ പോകെ ഈ കുട്ടിക്ക് പാവകളൊക്കെ ഇഷ്ടമാണെന്ന് അറിഞ്ഞ് ആരോ പാവകളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ചെയ്യുന്നതും ആരാണെന്ന് ഈ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ മറ്റു കുട്ടികൾ ഇവളാണ് മോഷ്ടാവ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ഈ കുട്ടിക്ക് സങ്കടമാവുന്നുണ്ട്. ഏതോ ഒരു മിസ്റ്ററി മാൻ നമ്മളെ ഇഷ്ടമുള്ളത് കൊണ്ട് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് വരുന്നത് എന്ന് ഈ കുട്ടി ഫീൽ ചെയ്യാണ്. ഈ കുട്ടി മോഷ്ടിക്കുന്നു എന്ന കംപ്ലൈൻ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് അച്ഛനും മുത്തശ്ശിയുടെ വീട്ടിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുകയാണ്. ആ മുത്തശ്ശിയുടെ വീട്ടിലുണ്ടായിരുന്നിടത്തോളം കാലം ഈ കുട്ടിക്ക് ഒരു പ്രശ്നവും വന്നില്ല. അവൾ സ്കൂൾ പഠനം പൂർത്തിയാക്കുന്നു. ഇപ്പോൾ കോളേജ് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാൻ തുടങ്ങുകയാണ്. വീണ്ടും ആ മിസ്റ്ററി മാൻ എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് പറയുന്നു. സത്യത്തിൽ അവൻ വന്ന് മെസ്സേജ് ചെയ്യാണ്. നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ വാങ്ങിത്തരാം എന്ന് പറയുന്നു. ഇവളത് വലിയ കാര്യമാക്കുന്നില്ല, റിപ്ലൈ തന്നെ ചെയ്യുന്നില്ല. എന്നാൽ അവളുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നമുക്ക് ചോദിച്ചു നോക്കാമെന്ന് കരുതി ഓരോന്നായി ചോദിച്ചു നോക്കുന്നു. അവരെന്തൊക്കെ ചോദിക്കുന്നുണ്ടോ പിറ്റേ ദിവസം അവൻ അത് വന്ന് അയച്ചു കൊടുക്കുന്നു. ഈ ചോദിക്കുന്നതൊക്കെ അവൻ അയക്കുന്നുണ്ടല്ലോ എന്ന് കരുതി കൂട്ടുകാർ വേണമെന്ന് വെച്ച് ഒരുപാട് സാധനങ്ങൾ ചോദിക്കുന്നു. അവനും അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും ആ മിസ്റ്ററി മാൻ എന്നെ നിരീക്ഷിക്കുകയാണ്. എനിക്കിഷ്ടമുള്ളതെല്ലാം അവനറിയാം. എങ്ങനെ അവനതറിയാം എന്നൊക്കെ അവൾ ചിന്തിക്കുകയാണ്. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവൻ അറിഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് അവൾ ചിന്തിക്കുകയാണ്. എൻ്റെ ജീവിതം ഞാനല്ല ജീവിക്കുന്നത്, അവനാണ് ജീവിക്കുന്നത് എന്നെനിക്ക് തോന്നി എന്ന് അവൾ പറയുന്നു. ഇതിനു പുറമെ ഇവളോട് 2-3 പയ്യന്മാർ ശല്യം ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് ആ പയ്യന്മാർക്ക് പരിക്കേറ്റതായി കാണുന്നു. അപ്പോൾ എനിക്ക് പകരമായി അവനായിരിക്കും നിങ്ങൾ അടിച്ചത് എന്നൊക്കെ അവൾ ചിന്തിക്കുന്നു. അവർ പരാതിയൊക്കെ നൽകി നോക്കുന്നുണ്ട്. എന്നാൽ പോലീസിന് ആ അജ്ഞാതൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം രാത്രി അവൾ ഹോസ്റ്റലിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വേഷം കെട്ടിയതുപോലുള്ള കുറേ ആളുകൾ ആ സ്ഥലത്തേക്ക് വരുന്നു. ഇങ്ങനെ വേഷം കെട്ടിയ ആളുകളെ ഇവൾക്ക് വളരെ ഇഷ്ടമാണ്. അതറിഞ്ഞ് ആ അജ്ഞാതൻ തന്നെയാണ് അവരയച്ചത്. അവരും ബർത്ത്ഡേക്ക് സർപ്രൈസായി കേക്ക് തരാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ആരൊരാൾ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അവർ ബുർഖയിട്ട് മുഖം മറച്ചിരുന്നുകൊണ്ട് ആരാണെന്ന് അറിയില്ല. ഏതോ ഒരു അജ്ഞാതനാണ് ഇങ്ങനെ തരാൻ പറഞ്ഞത് എന്നൊക്കെ അയാൾ പറയുന്നു. അവളുടെ ജീവിതം അവളുടെ കൺട്രോളിൽ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതാലോചിച്ച് അവൾ ഫീൽ ചെയ്യുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറയുന്നു. അച്ഛനാണ് അവൾക്ക് ആശ്വാസമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടിക്ക് കുറച്ച് സമാധാനം കിട്ടണം എന്നതിനായി ഡോക്ടറുടെ അടുത്തൊക്കെ കൊണ്ടുപോകുന്നു. ഇതുകൂടാതെ ആ അജ്ഞാതനെ കണ്ടുപിടിക്കണമല്ലോ. അറിയാവുന്ന പോലീസിന്റെ അടുത്തൊക്കെ കംപ്ലൈന്റ് പോലെ നൽകുന്നുണ്ട്. എന്തൊക്കെയോ ചെയ്തു നോക്കി, ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളോട് പറയണമല്ലോ. അതുകൊണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന മദനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതൊക്കെ നമുക്ക് നോക്കാം, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ റിസോർട്ടിലേക്ക് പോവാം എന്നവൻ പറഞ്ഞു. ഇവളും ശരിയെന്ന് സമ്മതിച്ചിട്ടാണ് ഈ സ്ഥലത്തേക്ക് വന്നത്. ഇതാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള മിസ്റ്ററി എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മായ വരുന്നു. അതുകൊണ്ട് ഇരുവരും ടോപ്പിക്ക് മാറ്റുന്നു. ഇതൊന്നും മായ അറിയണ്ട എന്ന് കരുതിയിട്ടാണ് ടോപ്പിക്ക് മാറ്റുന്നത്. അപ്പോൾ ആ ചിപ്സ് വെച്ചതുപോലും ആ അജ്ഞാതനാണെന്ന് സൗപർണിക പറയുന്നു. സത്യത്തിൽ മറ്റൊരാൾ ഇതേ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടെന്ന് നേരത്തെ ആ പയ്യൻ പറഞ്ഞല്ലോ. ആ വ്യക്തി ആരാണ്, എന്താണ് എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ആ വ്യക്തിയാണ് ചിപ്സ് വെക്കാൻ സാധ്യതയില്ലെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. അയാളെ സംബന്ധിച്ച് ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞ് ഇവിടെ താമസിക്കാൻ വന്നതാണ്. ഈ ഫോട്ടോഗ്രാഫർ ഇല്ലാത്ത സമയത്ത് റൂമിൽ പോയി ചെക്ക് ചെയ്യണമെന്ന് കരുതി ഇവനും ചെക്ക് ചെയ്യാനായി വരുന്നു. അപ്പോൾ ഇവൻ തന്നെയാണ് തീർച്ചയായിട്ടും ആ ചിപ്സ് ഒക്കെ വെച്ചതെന്ന് കണ്ടുപിടിച്ച് അവനുമായി വഴക്കുണ്ടാക്കുന്നു. ഈ ഫോട്ടോഗ്രാഫറുടെ പേര് വിശാൽ എന്നാണ്. എന്തിനാ എന്നെ അടിക്കുന്നത് എന്നവൻ ചോദിക്കുമ്പോൾ എല്ലാവരും ആ സ്ഥലത്തേക്ക് വന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. സൗവർണിക, നിനക്ക് ആ ചിപ്സ് വെച്ചത് ഇവനാണ്, ഞാൻ കൺഫേം ചെയ്തു എന്നൊക്കെ അവൻ പറയുന്നു. അതെ, ചിപ്സ് വെച്ചത് ഞാൻ തന്നെയാണ്. എന്നാൽ ചിപ്സ് ഞാൻ വെറുതെ വെച്ചതല്ല. ആരോ ഒരാൾ ഓൺലൈനിൽ എന്നോട് സംസാരിച്ച് ഈ കാര്യം ചെയ്യാൻ നിനക്ക് പണം തരാം എന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തത്, അല്ലാതെ ഇതിന് പിന്നിൽ പൂർണ്ണമായും ഞാനില്ല എന്നൊക്കെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മദൻ ടെൻഷൻ ആവുന്നു. നിന്റെ പ്രോബ്ലം നീ എന്തിനാ കണ്ടവരോട് പറയുന്നത്, എന്നോട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ ഇവിടം വരെ വന്നിട്ടുണ്ട് എന്ന് മദന് മനസ്സിലാവുന്നുണ്ടല്ലോ. മദൻ പോലീസിനോട് സംസാരിക്കുന്നു. അവൻ ഇവിടം വരെ വന്നിട്ടുണ്ട് സാർ, എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുകൂടാതെ മായ ടെൻഷൻ ആവുന്നുണ്ട്. നമ്മുടെ പ്രശ്നം പരിഹരിക്കാനല്ലേ നമ്മൾ ഈ സ്ഥലത്തേക്ക് വന്നത്, നീ എന്തിനാ അവളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറഞ്ഞിട്ട് പോകുന്നു. ഇപ്പോൾ സൗപർണികയും തന്റെ വകയായി വഴക്ക് പറയുന്നു. ഞാൻ നിന്നോട് എന്റെ സങ്കടമാണ് പറഞ്ഞത്, ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞോ, എന്തിനാ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ദാ മദനും പിണങ്ങി എന്നൊക്കെ പറഞ്ഞ് അവളും വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അവൾക്ക് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടല്ലോ.
ഡോക്ടർ ലേഡിയെ വിളിച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. ഡോക്ടർ ലേഡിയും അവളോട് കുറച്ച് റിലാക്സ് ചെയ്യാനൊക്കെ പറഞ്ഞ് കുറച്ച് ടെക്നിക്സ് ഒക്കെ പറയുന്നു. ഇപ്പോഴാണ് ഇതിന് പിന്നിലുള്ള അജ്ഞാതനെ നമ്മളെ കാണിക്കുന്നത്. അവനെ സംബന്ധിച്ച് കുറച്ച് ഉയരമുള്ള ഭാഗത്ത് നിന്ന് ഇവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ലാപ്ടോപ്പ് ഒക്കെ ഹാക്ക് ചെയ്ത് ചെക്ക് ചെയ്യുകയാണ്. അത് ആരാണെന്ന് റിവീൽ ചെയ്യുമ്പോഴാണ് ഒരു ഞെട്ടൽ കാത്തിരിക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ തന്നെയാണത്. അപ്പോൾ ഹീറോ തന്നെയാണ് ഈ ചാരപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. ഹീറോയിനോട് ഒരു ഡോക്ടർ ലേഡി സംസാരിച്ചല്ലോ, അവർ ക്ലാസ് എടുക്കുന്ന പോലെ എടുക്കുന്നുണ്ട്. എപ്പോഴും ഒരു മൃഗം ദുർബലമായതിനെയാണ് ഇരയായി തേടുക എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ വന്ന് ആ ഹീറോയിനെ ഇരയെ പോലെ തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മളെ കാണിക്കുന്നു. ഹീറോയാണ് ആ അജ്ഞാതൻ എന്ന് നമ്മൾ വിശ്വസിച്ചതുപോലെ കാണിക്കുന്നുണ്ട്. എന്നാൽ സത്യം എന്താണെന്ന് ഇതുവരെ ക്ലിയർ ആയി അറിയില്ല. ഇപ്പോൾ 4 പേരും വീണ്ടും ഒന്നിക്കുന്നു. ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിൽ ആരെ വിചാരിച്ചാലും ഞാൻ കണ്ടുപിടിക്കും, ചില ചോദ്യങ്ങളിലൂടെ കണ്ടുപിടിക്കും എന്ന് പറയുന്നു. ശരി, ഞങ്ങൾ മനസ്സിൽ വിചാരിക്കാം എന്ന് അവർ പറയുന്നു. എന്നാൽ അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് മാറ്റി പറയരുതല്ലോ, അതുകൊണ്ട് ഒരു പേപ്പറിൽ എഴുതിയിടാം എന്ന് പറഞ്ഞ് അവർ എഴുതിയിടുന്നു. ഇപ്പോൾ ആദ്യമായ മനസ്സിൽ വിചാരിക്കുന്ന ആരാണെന്ന് അവൻ കണ്ടുപിടിക്കുന്നു. ഇനി അടുത്തതായി ഈ മദൻ മനസ്സിൽ വിചാരിക്കുന്ന ആരാണെന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവൻ കണ്ടുപിടിക്കുന്നു. 2 പേരും മനസ്സിൽ വിചാരിച്ചത് ഇവൻ കറക്റ്റായി കണ്ടുപിടിച്ചല്ലോ. ഇനി ബാക്കിയുള്ളത് സൗപർണിക മാത്രമാണ്. അവളും ഞാൻ മനസ്സിൽ ആരെയാണ് വിചാരിക്കുന്നതെന്ന് കണ്ടുപിടി എന്ന് ചോദിക്കുമ്പോൾ ഇവനൊരു ചോദ്യവും ചോദിക്കുന്നില്ല. അബ്ദുൽ കലാമിനെയല്ലേ വിചാരിച്ചത്, എനിക്കറിയാം എന്ന് മട്ടിൽ പറയുന്നു. എന്താ, ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ലല്ലോ, നമ്മൾ അബ്ദുൽ കലാമിനെയാണ് വിചാരിച്ചതെന്ന് ഇവനെങ്ങനെ കണ്ടുപിടിച്ചു? ഒരുപക്ഷെ നമ്മളെ നിരീക്ഷിക്കുന്ന ആ അജ്ഞാതൻ ഇവൻ തന്നെയാണോ എന്നൊക്കെ അവൾ ചിന്തിക്കുകയാണ്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ സൗപർണിക വരട്ടെ, അവളുടെ കൂടെ ചേർന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഇവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ കുറച്ച് സങ്കടത്തോടെയാണ് വരുന്നത്. ഇപ്പോൾ വന്നവളോട് ഇവൻ സംസാരിക്കാമെന്ന് നോക്കുമ്പോൾ അവൾ, നിന്നോട് ഞാൻ സംസാരിക്കില്ല, എന്നെ ഫോളോ ചെയ്യുന്നത് നീയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. എന്റെ ലാപ്ടോപ്പ് നീ ഹാക്ക് ചെയ്താൽ മാത്രമേ അറിയാൻ സാധ്യതയുള്ളൂ എന്ന് അവൾ പറയുന്നു. സൗപർണിക, നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് ഇവനൊരു കാര്യം പറയുന്നു. സത്യത്തിൽ ഇവൻ പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ പേപ്പർ എടുക്കുമല്ലോ. അങ്ങനെ പേപ്പർ എടുക്കുമ്പോൾ നിന്റെ പേപ്പർ ഞാൻ എടുത്ത് നോക്കി, അതിലൂടെയാണ് അബ്ദുൽ കലാം എന്ന് മനസ്സിലായത്, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെയല്ല എന്നവൻ പറയുന്നു. അതിനുശേഷമാണ് അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങുന്നത്. നിന്നെ ഫോളോ ചെയ്യുന്ന അജ്ഞാതൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അവൻ ആരാണെന്ന് ഞാൻ നിന്നോട് പറയാം. നീ പോയി ആദ്യം ആ വിശാൽ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറെ കാണണം എന്നവൻ പറയുന്നു. അങ്ങനെ അവളും വിശാൽ എന്ന ഫോട്ടോഗ്രാഫറെ കാണാനായി വരികയാണ്. ഇപ്പോഴാണ് ഹീറോ ആരെയാണ് കാണിച്ചതെന്ന് നമുക്ക് റിവീൽ ചെയ്യുന്നത്. നിന്നെ ഫോളോ ചെയ്യുന്നത് ആരാണെന്ന് അറിയാമോ? ബാബുജാൻ എന്നൊരാൾ. നിന്റെ കൂടെ ഇവൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ആലോചിച്ച് നോക്ക് എന്ന് പറയുമ്പോൾ അവളും ആലോചിച്ച് നോക്കുന്നു. അതെ, ഈ ബാബുജാൻ എൻ്റെ കൂടെയാണ് പഠിച്ചത് എന്നവൾ പറയുന്നു. ബാബുജാൻ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇതൊക്കെ ചെയ്യുന്നത്? അവനെ സംബന്ധിച്ച് വലിയ നാണം കുണങ്ങിയാണ്. അവൻ സ്കൂളിൽ വരുമ്പോൾ എല്ലാവരും അവനെ കളിയാക്കി, എന്നാൽ നീയാണ് സപ്പോർട്ടീവായി അടുത്തിരുന്നത്. ബാബുജാന് നിന്നെ വളരെ ഇഷ്ടമാണ്, എന്നാൽ അത് തുറന്നു പറയാൻ അവൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ടാണ് പരോക്ഷമായി അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോക്ലേറ്റ് വെച്ചതും പാവ വെച്ചതും ഈ കാര്യങ്ങളൊക്കെ ചെയ്തതും അവനാണ്. നീ കോളേജിൽ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയല്ലോ, അതേ കമ്പ്യൂട്ടർ ക്ലാസ്സിന് ബാബുജാനും വന്നു. അവൻ അവിടെ വെച്ചിട്ടാണ് ഹാക്കിംഗ് ഒക്കെ പഠിച്ചത്. അന്ന് തൊട്ട് നിന്റെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്ത് നിന്റെ കൂടെ ചാറ്റൊക്കെ ചെയ്തു, നിന്റെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. ഇതാണ് സംഭവിച്ചത് എന്നൊക്കെ അവൻ പറയുന്നു. ഇതുകൂടാതെ വിശാലിന്റെ റൂമിലേക്ക് എന്തിനായിരിക്കും പോവാൻ പറഞ്ഞെന്നാൽ വിശാൽ ആ റൂമിൽ ഒറ്റയ്ക്കല്ല, ബാബുജാനും ആ റൂമിൽ തന്നെയുണ്ട് എന്നൊക്കെ അവൻ പറയുന്നു. ഇപ്പോൾ പ്രസന്റിൽ അവൾ ആ സ്ഥലത്തേക്ക് വന്നല്ലോ, ഇവിടെയാണ് ബാബുജാൻ ഉള്ളത്. വിളിക്ക് എന്ന് പറയുമ്പോൾ, മാഡം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിശാൽ പറയുന്നു. വിശാൽ അത്ര പെട്ടെന്നൊന്നും സമ്മതിക്കില്ല, എന്നാൽ തീർച്ചയായും ബാബുജാൻ ഇവിടെ തന്നെയുണ്ട്. ബാബുജാനോട് നീ സംസാരിക്കണം, ഈ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യണം എന്നവൻ പറയുന്നു. ബാബുജാൻ അവിടെ തന്നെയുണ്ടെന്ന് ഇവൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, ആ റൂം ആദ്യമായി നോക്കാൻ പോയപ്പോൾ തന്നെ 2 വിധത്തിലുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. 2 വിധത്തിലുള്ള സൈസിൽ എങ്ങനെ ഡ്രസ്സ് ഉണ്ടാവും? തീർച്ചയായിട്ടും ബാബുജാൻ അവിടെ തന്നെയുണ്ട്. അവനോട് എന്താണ് സംസാരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം, നീ ആ സ്ഥലത്തേക്ക് പോ എന്നവൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോയോടൊപ്പം കോളിൽ കണക്ട് ചെയ്തതുപോലെയാണ് അവൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ദയവ് ചെയ്ത് ബാബുജാൻ എവിടെയാണെന്ന് പറ എന്നവൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇല്ലില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാണ്. അപ്പോൾ ബാബുജാൻ തന്നെ അവിടേക്ക് വരികയാണ്. അവൾ എന്നെ കണ്ടുപിടിച്ചല്ലോ, എന്നെ പറ്റി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി വരുന്നു. ഇപ്പോഴാണ് ബാബുജാൻ ആരാണെന്ന് നമ്മളെ കാണിക്കുന്നത്. പുതിയൊരു കഥാപാത്രമാണ്. വരുന്നവനാണ് ബാബുജാൻ. നിന്നെ ഒളിഞ്ഞു നോക്കാൻ മാത്രമാണ് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നത്, നേരിട്ട് വന്ന് സംസാരിക്കാൻ ധൈര്യമില്ലായിരുന്നു. ഇപ്പോൾ നീ തന്നെ നേരിട്ട് വന്നല്ലോ എന്നൊക്കെ അവൻ പറയാണ്. ഇപ്പോൾ അവൾ ഹീറോയുമായി കോളിൽ കണക്റ്റഡ് ആണല്ലോ, അവന്റെ മനസ്സ് വിഷമിക്കാത്തതുപോലെ സംസാരിക്കുക, അപ്പോഴേ പ്രോബ്ലം സോൾവ് ആവൂ എന്ന് ഹീറോ പറഞ്ഞു കൊടുക്കുന്നു. അവളും അതനുസരിച്ച് സംസാരിക്കുന്നു. ബാബുജാൻ, നിനക്ക് നേരിട്ട് തന്നെ എന്നോട് സംസാരിക്കായിരുന്നില്ലേ? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്കും നിന്നെ ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നു. നല്ല രീതിയിൽ ഹീറോ സംസാരിക്കാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവൾ സംസാരിക്കുന്നത്. ബാബുജാനും ഇത് കേട്ട് സന്തോഷിക്കുന്നു. നീ സത്യമാണോ പറയുന്നതെന്ന് അവൻ ആശ്ചര്യപ്പെടുന്നു. ഒരു ഘട്ടത്തിൽ അവൾക്കായി വെച്ചിരുന്ന റിംഗ് കൊടുക്കാമെന്ന് കരുതി മുട്ടുകുത്തി എന്ന് പ്രപ്പോസ് ചെയ്യുന്നു. അവളും ആ റിംഗ് വാങ്ങുന്നു. എനിക്ക് നിന്റെ പ്രണയം സ്വീകരിക്കാൻ കഴിയില്ല, നമുക്ക് അവസാനം വരെ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം എന്ന് അവൾ പറയുന്നു. ഇത് കേൾക്കുന്ന ബാബുജാൻ തകർന്നു പോവാണ്. എന്ത്, നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്നോ? എനിക്ക് നിന്നെ ഫ്രണ്ടായി സ്വീകരിക്കാൻ കഴിയില്ല. അവസാനം വരെ ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ കുഴപ്പമില്ല, ഞാൻ തനിച്ചാണെങ്കിലും നിന്നെ തന്നെ ഓർത്ത് ജീവിച്ചോളാം.
എന്നാൽ ഒരു കാര്യം മാത്രം ഞാൻ നിന്നോട് പറയാം, എന്നെ കടന്ന ഏതെങ്കിലും ഒരുത്തൻ നിന്റെ ജീവിതത്തിൽ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാനായി വന്നാൽ അവനെ ഞാൻ വെറുതെ വിടില്ല. നീ ഹാപ്പിയായി ആരെ കല്യാണം കഴിച്ച് ജീവിക്കണമെന്ന് വിചാരിക്കുന്നോ അവനെ വിവാഹം കഴിച്ച് ജീവിച്ചോ എന്നൊക്കെ അവൻ പറയുന്നു. ഇതിനുശേഷം ബാബുജാൻ പ്രശ്നം ഉണ്ടാക്കില്ല എന്നവൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ബാബുജാനും സംസാരിച്ച് ആ സ്ഥലത്ത് നിന്ന് പോകാൻ തുടങ്ങുന്നു. ഇതിനുശേഷം ഒരു പ്രശ്നവുമില്ല എന്നോർത്ത് ഹീറോയ്ക്ക് ഫോണിലൂടെ താങ്ക്സ് പറയുന്നു. ഈ സ്ഥലത്ത് വെച്ച് ഫീൽ ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ നമ്മൾ ബാബുജാനെ ഓർത്താണല്ലോ ഭയപ്പെട്ടിരുന്നത് എന്ന പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഫീൽ ചെയ്യുന്നു. ഹീറോ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണല്ലോ. ഇപ്പോൾ ഹീറോ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവൾ വരുന്നു. നീ കാരണമാണ് ഇത്രയും നാൾ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം മാറിയത്. നിന്നോടാണ് എനിക്ക് താങ്ക്സ് പറയേണ്ടത് എന്ന് പറഞ്ഞ് വേഗത്തിൽ അവനെ കെട്ടിപ്പിടിച്ച് താങ്ക്സ് ഒക്കെ പറയുന്നു. കുഴപ്പമില്ല, ഒന്നും സാരമില്ല, ശരിയാവും എന്നവനാണ് പറയുന്നത്. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ മായയും പോകാനായി എല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മൾ 3 ദിവസം കൂടി സ്റ്റേ ചെയ്യാൻ പോവല്ലേ, എന്തിനാണ് പോകുന്നത് എന്നവൻ ചോദിക്കുകയാണ്. നീ എനിക്ക് വേണ്ടിയല്ല ഈ സ്ഥലത്തേക്ക് വന്നത്, നീ ആ സൗവർണികയ്ക്ക് വേണ്ടിയാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. നീ ചെയ്ത എല്ലാ ഡ്രാമയും ഞാൻ കണ്ടുപിടിച്ചു എന്നവൾ പറയുന്നു. ഇപ്പോഴാണ് ഒരു കാര്യം റിവീൽ ചെയ്യുന്നത്. സത്യത്തിൽ ആ ബാബുജാനും റിയൽ അല്ല, വിശാലും റിയൽ അല്ല. അവർ രണ്ടുപേരെയും അഭിനയിപ്പിച്ചത് തന്നെ ഇവനാണ്. ഇതെല്ലാം മായ വന്ന് ഒളിഞ്ഞു കേട്ടു. ഇവൻ അവർക്കുള്ള പേയ്മെന്റ് ഒക്കെ കൊടുത്തല്ലോ. അപ്പോൾ അവൾ ശ്രദ്ധിച്ചിരുന്നു. മൊത്തത്തിൽ ഇവൻ നമുക്ക് വേണ്ടിയല്ല വന്നത്, ആ സൗവർണികയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നതെന്ന് അവൾ കണ്ടുപിടിക്കുന്നു. യഥാർത്ഥത്തിൽ അവൾ നമുക്ക് എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞിരുന്നു. ഇവനാണ് ഈ റിസോർട്ട് തീരുമാനിച്ചത്. സൗവർണിക വരാൻ പോകുന്നതെന്ന് അറിഞ്ഞാണ് ഈ റിസോർട്ട് തന്നെ തീരുമാനിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിന്നെ വിളിച്ചില്ലെങ്കിലും നീ വരുമായിരുന്നു എന്നും എനിക്ക് മനസ്സിലായി. നിന്റെ ലൈഫിൽ ഞാനില്ലെന്ന് മനസ്സിലായല്ലോ. ഇതിനുശേഷം ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ പോകുന്നു. സത്യത്തിൽ സ്കൂളിൽ വെച്ച് ഫസ്റ്റ് ടൈം ഇവളെ പ്രപ്പോസ് ചെയ്തല്ലോ, അത് മനസ്സറിഞ്ഞ് ഇവൻ ചെയ്തതായിരുന്നു. എന്നാൽ അതിനുശേഷം ഇവന്റെ ലൈഫിൽ സൗവർണിക വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ മായയുമായി കണക്ട് ആവാൻ പറ്റിയില്ല. എന്നാൽ മായ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ് ഓരോ തവണയും കണക്ട് ആയതെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ ഇവനൊരു സ്ഥലത്തിരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് സൗവർണിക സംസാരിക്കാനായി വരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ചെറുതായി ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നുണ്ടല്ലോ. എന്നാൽ സൗവർണിക എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛനെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ മദനെ തന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്, ഞാൻ പോവാണ് എന്ന് ഇവനോട് പറഞ്ഞിട്ട് അവൾ പോകുന്നു. ഇവനും സൗവർണികയോടൊപ്പം വീണ്ടും ചേരാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഫീൽ ചെയ്യാണ്. ഇപ്പോൾ റൂമിലിരിക്കുന്ന മദന് ഒരു ഫോൺ കോൾ വരുന്നു. ഞാൻ പറയുന്നത് പോലെ ചെയ്യ് എന്ന് മദനോട് ആരോ എന്തോ ഒരു കാര്യം പറയുന്നു. മദനും അത് സമ്മതിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ സൗവർണിക ആ സ്ഥലത്തേക്ക് വരുന്നു. വന്നവളോട് മദൻ ദേഷ്യപ്പെടുകയാണ്. നീ എവിടെ പോയിട്ട് വരാണ്? അവന്റെ കൂടെ തന്നെ കറങ്ങി വരാണോ? നീ എൻ്റെ കൂടെ കറങ്ങുന്നതിനേക്കാൾ കൂടുതൽ ആ ഹീറോയുടെ കൂടെയാണ് നടക്കുന്നത്. അവനെയാണോ നിനക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്ന പോലെ അയാൾ സംസാരിക്കുന്നു. അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. അവൾക്ക് ദേഷ്യം വരണമെന്ന് കരുതി തന്നെ അയാൾ സംശയിക്കുന്ന പോലെ കുറെ സംസാരിക്കുന്നുണ്ട്. വേണ്ട വേണ്ട എന്ന് അവൾ പറയുന്നുണ്ട്. അത് താണ്ടിയും അയാൾ സംസാരിക്കുന്നു. അപ്പോൾ സൗവർണികയ്ക്കുള്ളിൽ എന്തോ ഒന്ന് നടക്കാൻ തുടങ്ങുന്നു. അവൾ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറായി മാറുന്നു. ഇപ്പോൾ ശബ്ദമൊക്കെ കുറച്ച് മാറുന്നുണ്ട്. അതേടാ, നിന്നെക്കാൾ സൗവർണികയ്ക്ക് ആ സിരീഷിനെയാണ് ഇഷ്ടം എന്ന് ഹീറോയുടെ പേര് പറയുന്നു. അയാളും ഞെട്ടിപ്പോവാണ്. എന്താ സൗവർണിക വ്യത്യസ്തമായി സംസാരിക്കുന്നത്? മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നുവെന്ന് അയാൾ ചിന്തിക്കുകയാണ്. ഫോൺ ചെയ്തവരും ആ കാര്യമായിരിക്കും പറഞ്ഞിരുന്നത്. ഇതിനുശേഷം നിന്റെ കൂടെ ജീവിക്കുന്നത് സെറ്റാവില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നു. അവൾ കുറച്ചു നേരം ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. തിരികെ നോർമൽ അവസ്ഥയിലേക്ക് വരുന്നു. അയാൾ സാധനങ്ങൾ എടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ നോർമലായി സംസാരിക്കുന്നു. എന്നാൽ അയാൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ മാത്രമാണ് ഇപ്പോൾ പോകുന്നത്, നിന്നോട് സംസാരിക്കാൻ ഹീറോ വരും, അവനോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വാ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അയാൾ വേഗത്തിൽ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ കുറച്ചു മുമ്പ് കോൾ ചെയ്ത് പറഞ്ഞത് ഹീറോ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഹീറോയെ നടുവിൽ ഫസ്റ്റ് ഹാഫിൽ ഒരു വില്ലനെ പോലെ കാണിച്ചല്ലോ, ഹീറോയാണ് ആ അജ്ഞാതനെന്ന് കാണിച്ചല്ലോ. സത്യത്തിൽ ആ അജ്ഞാതനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ ചില കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ ചെയ്തയാൾ ആരാകാൻ സാധ്യതയുണ്ടെന്ന് അവൻ ഊഹിച്ചിരുന്നു. അതായത് സൗവർണികയെ കാര്യമായി ആരും ഫോളോ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ സൗവർണികയെ പറ്റി സൗവർണികയ്ക്ക് തന്നെയാണ് അറിയാം. അപ്പോൾ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി പ്രോബ്ലം ഉണ്ടാകാനാണ് സാധ്യതയെന്ന് അവൻ ഊഹിച്ചിരുന്നു. സൗവർണികയ്ക്ക് ഒരു ഡോക്ടർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടല്ലോ. ആ ഡോക്ടർ ലേഡിയോട് അവൻ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നു. സത്യം പറ എന്ന് ചോദിക്കുകയാണ്. സൗവർണിക പേടിക്കുന്നത് തന്നെ സൗവർണികയെ കണ്ടാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരും അതെ എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അവർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തത് കാണിക്കുന്നുണ്ട്. അതായത് ദുർബലമായ ഇരയെ തേടും, ചില സമയത്ത് നമ്മൾക്കുള്ളിൽ തന്നെ തേടും, അതിനെയാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് എന്നൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ സൗവർണികയ്ക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അവരും കണ്ടുപിടിച്ചിരുന്നു, അച്ഛനും കണ്ടുപിടിച്ചിരുന്നു. സത്യത്തിൽ സൗവർണികയുടെ അച്ഛനും അമ്മയും ടൈം സ്പെൻഡ് ചെയ്യാറില്ലായിരുന്നു. ഏകാന്തതയിൽ അവൾ നന്നായി ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അവൾ തന്നെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചു. ആ ക്യാരക്ടറിനെ സംബന്ധിച്ച് ഇവൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യും. ഉദാഹരണത്തിന് ഇവൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ അത് ആ ചോക്ലേറ്റ് ഒക്കെ കഴിക്കും, പാവ ഇഷ്ടമാണെങ്കിൽ ആ പാവ എടുത്തു വെക്കും. ഈ കാര്യങ്ങളൊക്കെ അവൾ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ വേറെ ആരോ ചെയ്യുന്നത് പോലെ അവൾ സങ്കല്പിക്കും. ഇതൊക്കെ സാറ് കണ്ടല്ലോ, നിങ്ങളുടെ കുട്ടി മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പേരൻസിന്റെ അടുത്ത് ഒറ്റ കൊടുത്തിരുന്നു. ഇതുകൂടാതെ അവൾ മുത്തശ്ശിയുടെ വീട്ടിൽ പഠിക്കുമ്പോൾ മുത്തശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കാര്യമായിട്ട് ആ ക്യാരക്ടർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. കോളേജിൽ അവൾ വീണ്ടും ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ആ ക്യാരക്ടർ പുറത്തു വന്നു. അവൾ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയല്ലോ, ആ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ വെച്ച് അവൾ ഹാക്കിംഗ് പഠിച്ചിരുന്നു. അതിലൂടെയാണ് സ്വന്തം ലാപ്ടോപ്പ് അവൾ തന്നെ ഹാക്ക് ചെയ്തതുപോലെയൊക്കെ ഇമാജിൻ ചെയ്തത്. കൂട്ടുകാരോട് ചാറ്റ് ചെയ്തതൊക്കെ ഇവളാണെന്ന് മനസ്സിലാവുന്നു.
അവളെ കളിയാക്കിയവർക്ക് ആക്സിഡന്റ് ഉണ്ടായല്ലോ, ഇവള് തന്നെയാണ് ആ ആക്സിഡന്റ് തന്നെ ഉണ്ടാക്കിയത്. അവരുടെ വണ്ടിയിലെ ബ്രേക്ക് വയർ ഇവളാണ് കട്ട് ചെയ്തത്. ഇതൊക്കെ അച്ഛൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ. കുട്ടി അറിയാതെ ഈ പ്രോബ്ലം ശരിയാക്കണം എന്ന് അച്ഛൻ ട്രൈ ചെയ്തിരുന്നു. ആ ഡോക്ടർ ലേഡിയോട് സംസാരിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു. എന്നാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇതിനെ പറ്റിയൊന്നും ചെറുക്കനോട് നമ്മൾ പറയണ്ട, അതായത് കുട്ടിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ടെന്ന കാര്യം വരനോട് പറയണ്ട എന്ന് കരുതി അച്ഛൻ അവനിൽ നിന്നും അത് മറച്ചു വെച്ചു. സൗവർണികയ്ക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന കാര്യം ഹീറോയ്ക്ക് ഈ സ്ഥലത്ത് വന്നതിന് ശേഷമാണ് മനസ്സിലായത്. അതിനുശേഷമാണ് അവൻ അത് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്തത്. എന്നാൽ ഹീറോ എന്തിനാണ് സൗവർണികയെ ഇഷ്ടപ്പെടുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അതിപ്പോഴാണ് റിവീൽ ചെയ്യുന്നത്. അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മായയെ പ്രപ്പോസ് ചെയ്തത് സത്യമാണ്, പക്ഷെ അവളത് റിജക്ട് ചെയ്ത ഉടനെ മറന്നിരുന്നു. അതിനുശേഷമാണ് സൗവർണിക ആ സ്കൂളിൽ ചേർന്നത്. അവന് സൗവർണികയാണ് വളരെ ഇഷ്ടമായിരുന്നത്, അതായത് മായേക്കാൾ വളരെ ഇഷ്ടമാണ്. എന്നാൽ സംസാരിക്കാൻ മടിച്ചു നിൽക്കുകയായിരുന്നു. മായയുമായി ബ്രേക്കപ്പിലായിരിക്കുമ്പോഴാണ് ഫ്രണ്ട്സ് ഒരു കാര്യം പറയുന്നത്, നിനക്ക് സൗവർണിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇഷ്ടമല്ലേ? ആ പെൺകുട്ടിക്ക് ഉടനെ തന്നെ മദൻ എന്ന് പറയുന്ന ഒരാളുമായി കല്യാണം നടക്കാൻ പോകുന്നു എന്നവർ പറഞ്ഞു. എങ്ങനെയെങ്കിലും വീണ്ടും ലാസ്റ്റ് ടൈമായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് അവൻ ചിന്തിച്ചു. അവർ പോകുന്ന ആ ഹോട്ടലിലേക്ക് പോകാൻ അവൻ പ്ലാൻ ചെയ്തു. അപ്പോഴാണ് മായയും നമുക്കൊന്ന് പാച്ചപ്പ് ചെയ്യാൻ സംസാരിച്ചാലോ എന്ന് ചോദിച്ചത്. ശരി, ആ ഹോട്ടലിൽ പോയി സംസാരിക്കാമെന്ന് മായയോട് അവൻ പറഞ്ഞിരുന്നു. സൗവർണികയെ ഈ സ്ഥലത്ത് വെച്ച് കണ്ടതിന് ശേഷമാണ് അവളുടെ ജീവിതത്തിൽ ഒരു മിസ്റ്ററി മാൻ ഉണ്ടെന്ന കാര്യമൊക്കെ അവൻ അറിയുന്നത്. നമ്മളെക്കാൾ ഉപരി ഒരാൾ അവളെ സ്നേഹിക്കുന്നുണ്ടോ, അവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ അവൻ ചിന്തിച്ചു. ഇവിടെ നിന്നുകൊണ്ട് തന്നെ അവൻ അന്വേഷണങ്ങളൊക്കെ ചെയ്തു, പല സാറുമാരോടൊക്കെ സംസാരിച്ചു. അപ്പോഴാണ് ആ കുട്ടി തന്നെയാണ് മോഷ്ടിക്കുന്നത്, ആ കുട്ടിക്ക് തന്നെ ഇതുപോലൊരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന കാര്യം കുറച്ചായി അവൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഡോക്ടറുടെ അടുത്തൊക്കെ അവൻ സംസാരിച്ചത്. അപ്പോഴാണ് സൗവർണികയുടെ പ്രോബ്ലം സൗവർണിക തന്നെയാണെന്ന് ഇവന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അവളോട് മറ്റൊരു കാര്യം പറഞ്ഞ് തിരിച്ചുവിട്ടാൽ മാത്രമേ അവൾ നോർമൽ അവസ്ഥയിലേക്ക് വരൂ എന്നൂഹിച്ചത് കൊണ്ടാണ് അവൻ ബാബുജാൻ എന്നൊരു ക്യാരക്ടറെ കൊണ്ടുവന്നത്. ബാബുജാൻ അവളുടെ കൂടെ പഠിച്ച പയ്യൻ തന്നെയാണ്. അവൻ സ്വന്തം ലൈഫ് നോക്കിപ്പോയി. എന്നാൽ ബാബുജാൻ എന്ന ക്യാരക്ടർ തന്നെയാണ് നിന്റെ പിന്നാലെ നടന്നതെന്ന് അവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവൻ ചില പ്ലാനൊക്കെ ഇട്ടു. അങ്ങനെ വിശ്വസിപ്പിക്കാനായി അവൻ അവന്റെ ഫ്രണ്ടിനെ കൊണ്ട് തന്നെ അഭിനയിപ്പിച്ചു. ഇതിനുശേഷം സൗവർണികയ്ക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം ബാബുജാനാണ് ആ മിസ്റ്ററി മാൻ. അവൻ എന്റെ ജീവിതത്തിൽ നിന്ന് പോയെന്ന് അവൾ തീരുമാനിച്ചല്ലോ. ഇതിനുശേഷം അവൾക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തതുപോലെ ഇവൻ ചെയ്തു എന്ന് നമ്മളെ കാണിക്കുന്നു. ഇപ്പോൾ പ്രസന്റിൽ കഥ പറയുന്നതും നമ്മുടെ ഹീറോ തന്നെയാണ്. മകളോടാണ് കഥ പറയുന്നത്. ശരി, അവസാനം ആരാണ് കല്യാണം കഴിച്ചതെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇവൻ ഹോട്ടലിൽ ആർക്കോ ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. ആർക്കാണ് വാരി കൊടുക്കുന്നതെന്ന് വെച്ചാൽ മായക്കാണ് ഭക്ഷണം വാരി കൊടുക്കുന്നത്. അതുകൊണ്ട് മായയാണ് ഇവന്റെ ഭാര്യ എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നു. എന്നാൽ ഇപ്പോഴും അവർ നമ്മളെ പറ്റിക്കുകയാണ്. ഇവൻ ഭക്ഷണം വാരി കൊടുക്കുന്നത് ഇവന്റെ മകൾക്കാണ്. അപ്പോൾ മായയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത് ആരാണെന്ന് നോക്കിയാൽ അത് വേറൊരാളാണ്. ഇപ്പോൾ മായ ലൈഫിൽ മൂവ് ഓൺ ചെയ്തു എന്ന് മനസ്സിലാവുന്നു. അയാളുടെ കൂടെ ഹാപ്പിയായി ഒരു ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ മകൾക്ക് ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മായ വേറൊരു ജീവിതത്തിലേക്ക് പോയ കാര്യം അവൻ ശ്രദ്ധിക്കുന്നത്. കുഴപ്പമില്ല, മായയ്ക്ക് ഹാപ്പി ആയിട്ടൊരു ലൈഫ് കിട്ടിയല്ലോ എന്ന് അവൻ സന്തോഷിക്കുന്നു. ഇവൻ മായയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇത് മകൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനാണ് ആ ആന്റിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? സൈറ്റ് അടിക്കുകയാണോ? നിക്ക്, ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും എന്ന് അവൾ പറയാണ്. അമ്മയോടൊന്നും പറയല്ലേ എന്ന് പറഞ്ഞ് അവൻ അവളെ ഓടിക്കുന്നു. അവൾ ഓടിച്ചെന്ന് അമ്മയോട് പറയാണ്. ആ അമ്മ ആരാണെന്ന് നോക്കിയാൽ സൗവർണിക തന്നെയാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ മദൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ രണ്ടുപേരുമാണ് ഒന്നിച്ചത് എന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ ഹാപ്പിയായി ഒരു ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വഴിയായി യാദൃശ്ചികമായി മായ വരുന്നു. അപ്പോൾ മായയെ ഇവൻ ശ്രദ്ധിച്ചപ്പോൾ മായ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ മായ ശ്രദ്ധിക്കുമ്പോൾ അവൻ അതറിയാതെ ഭാര്യയോട് സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് മായ സന്തോഷിക്കുന്നു. കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേർക്കും ഒന്നിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവനും നല്ലൊരു ലൈഫുണ്ട്, എനിക്കും നല്ലൊരു ലൈഫുണ്ട് എന്നോർത്ത് ചിരിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് പോവാണ്. ഇതോടെ ഈ സിനിമയുടെ കഥ അവസാനിക്കുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടമായോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.